നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിന് പ്രതിസന്ധിയായി മഴ. കാലവർഷം 4 മാസത്തിൽ ഏറെ മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം പടിയിറങ്ങിയതിനൊപ്പം തുലാവർഷം രംഗപ്രവേശനം നടത്തി. പിന്നിട്ട മാസങ്ങളിൽ കനത്ത മഴ നിലനിന്നതിനാൽ കണക്കുകൂട്ടലുകൾക്കൊത്ത് റബ്ബർ വെട്ടിന് സംസ്ഥാനത്തെ കർഷകർക്ക് അവസരം ലഭിച്ചില്ല. മഴമറ ഒരുക്കിയ തോട്ടങ്ങളിൽ നിന്ന് പോലും പല അവസരങ്ങളിലും ഉൽപ്പാദകർ വിട്ടുനിൽക്കാൻ നിർബന്ധിതരായി. ഇതിനിടയിൽ ന്യൂനമർദ്ദ ഫലമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി മഴ കനത്തതിനാൽ പുലർച്ചെ ടാപ്പിങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഉൽപ്പാദകർ നിർബന്ധിതരായി. ടയർ വ്യവസായികൾ റബ്ബർ വില ഇതിനിടയിലും കുറച്ചു. വ്യാപാരം അവസാനിക്കുമ്പോൾ 4-ാം ഗ്രേഡ് 186 രൂപയായും 5-ാം ഗ്രേഡ് 183 രൂപയായും താഴ്ന്നു. വിനിമയ വിപണിയിൽ ജപ്പാനീസ് നാണയമായ യെന്നിൻ്റെ ചാഞ്ചാട്ടത്തിൽ രാജ്യാന്തര റബ്ബർ വിലയിലും പ്രതിഫലിച്ചു. ഒസാക്ക എക്സ്ചേഞ്ചിൽ വാരമധ്യം റബ്ബറിൽ വാങ്ങൽ താൽപ്പര്യം ചുരുങ്ങിയതോടെ കിലോ 314 യെന്നിൽ നിന്നും വാരാന്ത്യം 302 ഇടിഞ്ഞു. മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 182 രൂപയിൽ നിന്നും 176 രൂപയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.